മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. പാലക്കാട് ചിറ്റൂർ കണക്കമ്പാറയിൽ കുളിമുറിയിൽ കണ്ടെത്തിയ നവജാത ശിശുവിനെ സമീപവാസികളായ 4 പെൺകുട്ടികൾ ചേർന്ന് രക്ഷിച്ചു. ഇന്ദിരാനഗറിലെ ശരവണൻ ലിനി ദമ്പതികളുടെ കുഞ്ഞിനെയാണ് കുളിമുറിയിൽ നിന്ന് കണ്ടെത്തിയത്. കുഞ്ഞ് വെള്ളത്തിൽ വീണത് എങ്ങനെ എന്നതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചിറ്റൂർ കണക്കമ്പാറ ഇന്ദിരാനഗറിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വരേണ്ടിയിരുന്ന ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്തയെ അതിനെ ലഘൂകരിച്ചത് അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കിയത് ഈ 4 മിടുക്കികളാണ്. സമീപത്തൊരു വീട്ടിൽ നിന്ന് തൊട്ടരികിലുള്ളത് ഈ വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞ് തൊട്ടിയിൽ വീഴുകയും തുടർന്ന് ആ കുഞ്ഞിനെ കാണാനില്ല എന്ന് അവരുടെ രക്ഷിതാക്കൾ അറിയിച്ചതിനെ തുടർന്ന് ആദ്യം ഓടിയെത്തിയ ആ കുഞ്ഞിനെ രക്ഷിച്ച 4 മിടുക്കികളാണ് ഇവർ. നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഇവരോട് ഞാൻ ചോദിച്ചറിയാം. ഇക്കാര്യത്തിൽ പോലീസിന് ചില സംശയങ്ങളുണ്ട്. കേവലം 14 ദിവസം മാത്രം ബാക്കിയുള്ള ഒരു കുഞ്ഞ്, മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് എങ്ങനെയാണ് ഈ തൊട്ടിയിൽ വീഴുക എന്നുള്ള സംശയം പോലീസിനുണ്ട്. അക്കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. പക്ഷേ ആ കുഞ്ഞിനെ രക്ഷിച്ച കുട്ടികൾ ഇവരാണ്. വളരെ വേഗത്തിൽ ആ കുഞ്ഞിന് CPR അടക്കം നൽകിയത് കൊണ്ടാണ് ആ കുഞ്ഞിനെ തിരികെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിഞ്ഞത്. നിങ്ങൾ എന്താണ് ആദ്യം കണ്ടത് അല്ലെങ്കിൽ കേട്ടത്? ഇയാളാണ് ആദ്യം എന്നെ ഒന്ന് വിളിച്ചത്. ഞാൻ ഈ ചേച്ചി കാണാനില്ല എന്ന് പറഞ്ഞതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇയാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ചേച്ചി കുഞ്ഞിനെ കാണാനില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി അവിടെ പോകുമ്പോഴത്തേക്കും കുഞ്ഞിനെ കിട്ടി. കാരണം ഇവർ ആദ്യമേ ഉള്ളിൽ കയറിപ്പോയി റൂം ചെക്ക് ചെയ്തതും നെക്സ്റ്റ് ഇവർ നോക്കിയത് ആ സൈഡിലേക്കാണ്. ആ സൈഡിൽ പോയി നോക്കിയപ്പം ആ ടോയ്ലറ്റിൻ്റെ ഡോറൊക്കെ തുറന്നു കിടക്കുന്നതുകൊണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റി, അല്ലെങ്കിൽ നമുക്ക് കണ്ടിട്ടുണ്ടാവില്ല. ഈ ശുചിമുറിയിലാണ് ഈ കുഞ്ഞുണ്ടായിരുന്നത് അല്ലേ? തൊട്ടിയിൽ കിടക്കുകയായിരുന്നു. എത്ര വലിപ്പമുള്ള തൊട്ടിയാണ്? കുറച്ച് ഇത്ര ഇങ്ങനെ കുറച്ച് ഹൈറ്റ് ഉണ്ടാവും. കുട്ടി തലകീഴായി കിടക്കുന്നത്. പെട്ടെന്ന് ഞാൻ കണ്ടതും ചേച്ചീന്ന് വിളിച്ച് കുട്ടീനെ എടുത്ത് ചേച്ചിനെ കൊടുത്തു. പിന്നെ ചേച്ചി വന്ന് വാങ്ങിച്ച് അങ്ങനെ വെള്ളമൊക്കെ എടുത്ത്. കുഞ്ഞിന്റെ മുഖമൊക്കെ വെള്ളത്തിൽ മൂടി കിടക്കുക. വെള്ളത്തിന്റെ അടിയിലായിരുന്നു. കുട്ടീനെ അടിയിൽ കൈയെടുത്ത് അങ്ങനെ തൂക്കിയത് ഞാൻ തന്നെ. അതിനുശേഷം എന്താണ് ചെയ്തത്? ഇവളെ എടുത്ത് ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു. ഇവളുടെ പുറകിൽ തന്നെ ചേച്ചി ഉണ്ടായിരുന്നു. പക്ഷെ ആ ചേച്ചി കുളിമുറി ശ്രദ്ധിച്ചില്ല, നേരെ പാസ് ചെയ്ത് പോയി. ഇവള് പുറകിൽ പോയതുകൊണ്ട് ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റി. ഞാൻ പോയി പെട്ടെന്ന് കുട്ടീനെ മേടിച്ച് അവിടെ ആ തിണ്ണയിലിരുന്നിട്ടാണ് ഫുൾ വെള്ളം കയറി ആകെ ഒരു മാതിരി അവസ്ഥയിലായിരുന്നു കുഞ്ഞ്. അപ്പം എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടപ്പം ചെറിയ കുട്ടിയല്ലേ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ പെട്ടെന്ന് ആ കുഞ്ഞിനെ പിടിച്ചിതാക്കിയ CPRും പിന്നെ അവർ ആവശ്യമില്ല വെള്ളം പുറത്ത് കളയാൻ എന്തൊക്കെ ചെയ്യണം ആ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് വെള്ളം പുറത്ത് പോയപ്പോൾ തന്നെ കുഞ്ഞ് ചെറുതായിട്ടൊന്ന് അനങ്ങി തുടങ്ങി. അതിന് മുൻപ് വരെ അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞ് സുഖമായിട്ടിരിക്കണമെന്ന് കേൾക്കുമ്പോൾ സന്തോഷമാണല്ലേ? സന്തോഷം. കാരണം ഇതുവരെ ഇങ്ങനെ ആ ഒരു അവസ്ഥയിൽ നമ്മൾ കണ്ടിട്ടില്ല. എൻ്റെ ചേച്ചിയുടെ കുട്ടികളൊക്കെ ഞാൻ കുഞ്ഞുനാൾ മുതലേ കാണുന്നതാണ്. പക്ഷേ ഒരു കുട്ടീനെ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ കയ്യിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ എൻ്റെ കൈയുടെ ഇത്രയേ ഉള്ളൂ, വലിപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ എനിക്ക് എന്താ ചെയ്യുന്നത്, ആ കുഞ്ഞൊന്ന് കരഞ്ഞപ്പോഴാണ് എൻ്റെ ശ്വാസം തന്നെ നേരെ വീണത്. എന്തായാലും ഈ കുട്ടികളുടെ ഇടപെടൽ കൊണ്ടാണ് ആ കുഞ്ഞിന് ജീവിതത്തിലേക്ക് മടങ്ങി വരാനാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും പോലീസിന്റെ അന്വേഷണം ഇക്കാര്യത്തിൽ പുരോഗമിക്കുകയാണ്. പലതരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ കുട്ടികളുടെ സമയോചിതമായിട്ടുള്ള ഒരു ഇടപെടൽ അത് തന്നെയാണ് ആ കുട്ടിയെ 14 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ വഴിയൊരുക്കിയത്. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. യഥാസമയത്ത് ആ കുട്ടികൾ ഇടപെട്ടതുകൊണ്ട് ഒരു കുരുന്ന് ജീവൻ രക്ഷപ്പെട്ടു. മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഉണ്ടായത്. നിഖിൽ പ്രമേഷാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്.